KSRTC കോതമംഗലം വട്ടവട ഉല്ലാസയാത്രയുടെ യാത്രാവിശേഷങ്ങളും അനുഭവങ്ങളും അടങ്ങുന്ന ഒന്നാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാം ഭാഗം കോതമംഗലം മുതൽ മൂന്നാർ വരെയുള്ള വിശേഷങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോതമംഗലം KSRTC ഡിപ്പോയിൽ നിന്ന് ഞങ്ങൾ 47 പേരടങ്ങുന്ന ടീം രാവിലെ 6:30 യാത്ര തിരിച്ചു. കൊച്ചുകുട്ടികളും പ്രായമുള്ളവരും ഉൾപ്പെടുന്ന ജംബോ ടീം കോതമംഗലത്ത് നിന്നും തിരിച്ച് നേര്യമംഗലം, അടിമാലി, മൂന്നാർ, മാട്ടുപ്പെട്ടി വഴി ടോപ്പ് സ്റ്റേഷൻ കോവിലൂർ വഴി വട്ടവടയ്ക്ക്. ടൂർ കോർഡിനേറ്റർ ജെയ്സൺ ജോസഫിൻ്റെ മധുരമനോഹര ഗാന ആലാപനത്തിനൊപ്പം ഡ്രൈവർ സിദ്ദീഖിൻ്റെ സുരക്ഷിതമായ ഡ്രൈവിംഗ് പാടവവും യാത്ര ഊഷ്മളമാക്കി. ആടിയും പാടിയും പതിയെ മുന്നോട്ട് നീങ്ങുമ്പോൾ നേര്യമംഗലം അടിമാലി റൂട്ടിൽ ആദ്യം ചീയപ്പാറ വെള്ളച്ചാട്ടം. യാത്രയിലെ ഹരം പകർന്ന ടൂറിസ്റ്റ് ടീമിൻ്റെ ഉത്സാഹം ഞങ്ങൾ ആദ്യം ചീയപ്പാറ വാട്ടർഫാൾസിൽ ബസ് നിർത്തി അവിടെ ഇറങ്ങി മുൻപോട്ട് നടന്ന് വാട്ടർഫാൾസ് കാണാനുള്ള തിരക്കിലാണ്. മഴക്കാലമായതിനാൽ ചീയപ്പാറ വാട്ടർഫാൾസ് നിറയെ വെള്ളമുണ്ടായിരുന്നു. നിറയെ കുതിച്ചു പായുന്ന നീരൊഴുക്ക്. സഞ്ചാരികളുടെ തിരക്ക്. അവധി ദിവസം പൂജ ഹോളിഡേയ്സും ഉൾപ്പെടെ ഒരാഴ്ച അവധി ഉണ്ടായിരുന്നതിനാൽ സഞ്ചാരികളുടെ അഭൂതപൂർവമായ തിരക്കായിരുന്നു. തിരക്കിനിടയിലും വെള്ളച്ചാട്ടം കാണാൻ ഓടിയെത്തി തട്ടായി ഒഴുകിയെത്തുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം മനം കുളിർക്കെ കണ്ട് കുറച്ച് സമയം ചെലവഴിച്ച് വീഡിയോയും ഫോട്ടോയും സെൽഫിയും എടുത്ത് അവിടുത്തെ പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ആളുകൾക്കൊപ്പം തിരക്കിനൊപ്പം അല്പസമയം അവിടെ ചെലവഴിച്ച് മനോഹരമായ ഭൂപ്രകൃതി, ശാന്തസുന്ദരമായ ശാലീന സുന്ദരിയായ പ്രകൃതി, ഏവരെയും മാടി വിളിക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ഒരു അസുലഭ കാഴ്ച തന്നെയാണ്. വെള്ളച്ചാട്ടത്തിന് ഇപ്പുറം നിന്ന് മുകളിൽ നിന്ന് കുത്തി ഒലിച്ച് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം മനം നിറയെ കണ്ട് ആസ്വദിച്ച് ആളുകൾക്കൊപ്പം തിരക്കിനൊപ്പം വെള്ളച്ചാട്ടവും ആസ്വദിച്ച് അവിടെ നിന്ന് അടുത്ത സ്ഥാനം ലക്ഷ്യമാക്കി നീങ്ങി. വളരെ മനോഹരമായ ഹൈറേഞ്ച് കാഴ്ചകൾ. സമ്പൽ സമൃദ്ധമായ ഭൂപ്രകൃതി, വൻമരങ്ങൾ, മാമരങ്ങൾ, വശ്യസുന്ദരമായ പ്രകൃതി ഭംഗിക്കൊപ്പം അടുത്തത് വാളറ വെള്ളച്ചാട്ടം. അങ്ങ് അകലെയായി നമുക്ക് വാളറ വെള്ളച്ചാട്ടം കാണാം. അത് കഴിഞ്ഞ് വീണ്ടും അടിമാലിയിലേക്കുള്ള യാത്ര. റോഡ് വീതി കൂട്ടുന്ന പണികൾ ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട് എങ്കിലും ചില്ലറ തടസ്സങ്ങൾ ഒഴിവാക്കിയാൽ സുഗമമായ യാത്ര. അടുത്തത് അടിമാലിയിലേക്കാണ്. അടിമാലി ഹൈറേഞ്ച് പ്രദേശമാണ്. നേര്യമംഗലം അടിമാലി നല്ല സീനറി, നല്ല പ്രകൃതി ഭംഗി. ദൂരെയായി ആകാശം ചുംബിക്കുന്ന മലനിരകൾ നമുക്ക് കാണാം. ഈ റൂട്ട് എറണാകുളം അടിമാലി മൂന്നാർ റൂട്ടാണ്. നാഷണൽ ഹൈവേ 85. യാത്രയിലുടനീളം
എൻജോയ് ചെയ്യുന്ന സഞ്ചാരികൾ യാത്രയ്ക്കായി പ്രത്യേകം എനർജി നിറച്ചതുപോലെ. KSRTCയുടെ മുതലായ ഗായകൻ ജെയ്സൺ ജോസഫിൻ്റെ മധുരമനോഹര ഗാനങ്ങൾക്കൊപ്പം കുറച്ചുപേർ നൃത്തം ചവിട്ടിയപ്പോൾ മറ്റുള്ളവർ ഒപ്പം താളം പിടിച്ചു. മേളക്കൊഴുപ്പിൽ സമയം കടന്നതും സ്ഥലങ്ങൾ കടന്നതും അറിഞ്ഞതേയില്ല. ഈ കാണുന്നത് യാത്ര ആസ്വദിക്കുന്ന സഞ്ചാരികളാണ്. ജെയ്സൺ ജോസഫിൻ്റെ ഗാനമേള KSRTC കോതമംഗലം ട്രിപ്പിലെ ഒരു പ്രത്യേക അനുഭവമാണ്. ഗാനമേള ഏകനായിട്ടാണെങ്കിലും ബസ്സിൽ എല്ലാവരും ഒപ്പം കൂടും. ആടിയും പാടിയും നൃത്തം ചവിട്ടിയും സഞ്ചാരികൾ ഗാനമേളയ്ക്കൊപ്പം നൃത്തം ചവിട്ടി യാത്ര വളരെ ഗംഭീരമുള്ളതാക്കും. മേളക്കൊഴുപ്പിൽ സമയം കടന്നതും സ്ഥലങ്ങൾ കടന്നതും അറിഞ്ഞതേയില്ല. ഹൈറേഞ്ച് യാത്രയിലെ അത്ഭുത കാഴ്ചകളാണ് ആകർഷകം. ഇടതൂർന്ന വനമേഖല, കാട്ടരുവികൾ, നീരുറവകൾ, അകലെ ഒളിഞ്ഞും തെളിഞ്ഞും കാഴ്ചയിടുന്ന മലനിരകളും കുന്നുകളും പർവ്വതങ്ങളും, അമൂല്യ വനസമ്പത്ത്, വൃക്ഷങ്ങളും വൻമരങ്ങളും പച്ചമരുന്നുകളും ജീവജാലങ്ങളും തുടങ്ങിയ കൊണ്ട് സമ്പൽ സമ്പുഷ്ടമായ നമ്മുടെ ഹൈറേഞ്ച് മലനിരകൾ. ഈ കാഴ്ചകളും പ്രകൃതി ഭംഗിയും മേഘങ്ങളിൽ മുട്ടിയുരുമി നിൽക്കുന്ന പർവ്വതങ്ങളും കോടമഞ്ഞും ക്യാൻവാസിൽ വരച്ച പോലെ പ്രകൃതി ദൃശ്യങ്ങളും അസുലഭ കാഴ്ച. ഈ കാഴ്ചകൾ കാണാൻ ശരിക്കും കോതമംഗലം മൂന്നാർ റൂട്ടിൽ തന്നെ വരണം. KSRTC കോതമംഗലം ബസ്സിൽ തന്നെ വരണം. ഈ കാഴ്ചകൾ അതിലെ വശ്യസുന്ദരങ്ങളായ അനുഭവങ്ങളാണ്. ഈ സീനറികൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും നമ്മുടെ കൊച്ചു കേരളം എത്ര മനോഹരമാണെന്ന്. അറിയാതെ പാടിപ്പോവും. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീർത്തി നിന്നതോ, ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകെഴുന്നത് അത്രയും ഒത്തുചേർന്നലിഞ്ഞതോ. അറിയാതെ നാം പാടിപ്പോകും ഈ വരികൾ. അത്ര വശ്യമനോഹരമായ സുന്ദരമായ ഭൂപ്രകൃതിയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്. അതിൽ വിശിഷ്യ മൂന്നാറിന്. നാം ഇപ്പോൾ കടന്നു പോകുന്നത് മൂന്നാറിലൂടെയാണ്. മൂന്നാർ കേരളത്തിൻ്റെ ടൂറിസം കേന്ദ്രമാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതിലെ തേയിലത്തോട്ടങ്ങളും വശ്യസുന്ദരമായ ഭൂപ്രകൃതിയും ആരെയും ആകർഷിക്കും. KSRTC ടൂറിലാണെങ്കിൽ പിന്നെ യാത്രക്കാർക്ക് ക്ഷീണമില്ല. പാട്ടിനും താളത്തിനും ഓർക്കസ്ട്രയ്ക്കും ഒപ്പം തുള്ളിച്ചാടി ആസ്വദിക്കുക തന്നെ ലക്ഷ്യം. ജീവിതയാത്രയ്ക്കിടെ ഒരു ദിവസം ഉല്ലസിക്കാൻ മാറ്റിവെക്കുന്നത് തികച്ചും മുതലാക്കുന്ന KSRTCയുടെ ഉല്ലാസയാത്ര അതിഗംഭീരം. ഇതിനിടെ
ഞങ്ങൾ അടിമാലിയിൽ പ്രഭാത ഭക്ഷണം കഴിച്ചു. അപ്പം, ഇടിയപ്പം, പൊറോട്ട, മുട്ടക്കറി, കടലക്കറി, വെജിറ്റബിൾ കറി, അങ്ങനെ ഇഷ്ടാനുസരണം ചൂടോടെ കഴിക്കാം. ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. ഈ ദൃശ്യങ്ങൾ മൂന്നാറിലേതാണ്. നാം ഇപ്പോൾ കാണുന്ന ഈ തേയിലത്തോട്ടങ്ങളുടെ ദൃശ്യം. ഏകദേശം മൂന്നാറിലെത്തിയിട്ടുണ്ട് നമ്മൾ. ഭക്ഷണം കഴിഞ്ഞു വീണ്ടും യാത്ര തുടർന്നു. പതിയെ മൂന്നാർ ദൃശ്യമായി തുടങ്ങി. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച സൗന്ദര്യം. പച്ചപ്പട്ട് വിരിച്ച പോലെ തേയിലത്തോട്ടങ്ങൾ, അരികിൽ കിന്നരി പിടിപ്പിച്ച പോലെ മാമരക്കൂട്ടങ്ങളും മറ്റ് സസ്യജാലങ്ങളും, ജനവാസ മേഖലകൾ, സിറ്റികൾ, ടൗൺ ഒക്കെ പിന്നിട്ട് മൂന്നാറിൻ്റെ സൗന്ദര്യം നുകർന്ന് യാത്ര വീണ്ടും മുൻപോട്ട്. അവധി ദിവസങ്ങൾ കുറച്ചധികം കിട്ടിയതിനാൽ സഞ്ചാരികളുടെ നല്ല തിരക്കുണ്ടായിരുന്നു. വാഹനങ്ങളുടെ നീണ്ട നിര. തിരക്ക് വർദ്ധിച്ചു തുടങ്ങി. വളരെ മനോഹരമായ മൂന്നാർ കാഴ്ചകളാണ് നാം ഈ കാണുന്നത്. വശ്യസുന്ദരമായ ഭൂപ്രകൃതി മൂന്നാറിൻ്റെ സവിശേഷത. ഒരു ഭാഗത്ത് തേയിലത്തോട്ടങ്ങൾ, അതിന് അതിരിടുന്ന പർവ്വതനിരകൾ, പർവ്വതനിരകൾക്കപ്പുറം മാനം മുട്ടെ വിരിഞ്ഞു നിൽക്കുന്ന, മാനത്തോളൊപ്പം മുട്ടി നിൽക്കുന്ന പർവ്വത ശിഖരങ്ങൾ. ആകാശവും പർവ്വത ശിഖരങ്ങളും കഥ പറയുന്ന അസുലഭ മുഹൂർത്തം. നിറയെ തേയിലത്തോട്ടങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ മൂന്നാർ കേരള ടൂറിസത്തിൻ്റെ മർമ്മകേന്ദ്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം കമൻറ്റും ലൈക്കും ഷെയർ.